സ്നേഹം നമ്മുടെ എല്ലാവരുടെയും ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും വീടുകളിലൊക്കെ ഉള്ളൊരു കാര്യമാണ് ഇൻവേർട്ടർ. കറണ്ട് പോകുമ്പോൾ അതിന് പകരം പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഇൻവേർട്ടർ. നമ്മളെപ്പോഴാണ് ഈ ഇൻവേർട്ടറിനെ കുറിച്ച് നമ്മൾ ഓർമ്മ വരുന്നത്? കറണ്ട് പോകുമ്പോഴാണ്. കറണ്ട് ഉള്ളപ്പോൾ നമ്മൾ ഒരിക്കലും ഇൻവേർട്ടറെക്കുറിച്ച് ഓർക്കാറില്ല. പക്ഷേ കറണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരു സെക്കൻഡ് എല്ലാം ഒന്ന് ഓഫായി, അല്ലെങ്കിൽ ഒരു ബീപ്പ് ശബ്ദം കേട്ട് പെട്ടെന്ന് വീണ്ടും എല്ലാം ഓൺ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇൻവേർട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല എന്നൊക്കെ മനസ്സിലാവും. രാത്രിയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എല്ലാ ലൈറ്റും ഓഫായി പെട്ടെന്ന് ഇൻവേർട്ടറിൽ വീണ്ടും ഈ ലൈറ്റുകളെല്ലാം ഓണായി എല്ലായിടത്തും പ്രകാശം വരക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇൻവേർട്ടറിനെ കുറിച്ച് നമ്മൾ ഓർക്കും. ഇൻവേർട്ടർ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാവും. ഇൻവേർട്ടറിനെ കുറിച്ച് നമുക്ക് ബോധം വരുന്നത് അത് നമ്മൾ ഇരുട്ടിലാവുമ്പോഴാണ്. അതുവരെ പ്രകാശം തന്ന കറണ്ട് പോകുമ്പോഴാണ് നമ്മൾ ഇൻവേർട്ടറിനെ ഓർക്കുന്നത്. ഇതുപോലെ പലപ്പോഴും നമ്മൾ ദൈവത്തെ ഓർക്കുന്നത് നമ്മുടെ ജീവിതം ഇരുളിലാവുമ്പോഴാണ്. അതുവരെ പ്രകാശം തന്നിരുന്ന പല കാര്യങ്ങളും, അത് നമ്മുടെ സമ്പത്തോ കഴിവോ ജോലിയോ വ്യക്തികളോ മറ്റ് നേട്ടങ്ങളോ എന്തോ ആകട്ടെ, അതുവരെ നമ്മളെ ജീവിതത്തെ പ്രകാശിപ്പിച്ചിരുന്ന, നമ്മുടെ ജീവിതത്തെ സന്തോഷിപ്പിച്ചിരുന്ന, നമ്മുടെ ജീവിതത്തിന് കരുത്തും ബലവും ഒക്കെ പകർന്നു തന്നിരുന്ന പലതും ഇരുണ്ടു പോകുമ്പോൾ, പലതും നഷ്ടമാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ദൈവത്തെ ഓർക്കും. ആരും തങ്ങളുടെ വിജയങ്ങളിലും സന്തോഷങ്ങളിലും ഐശ്വര്യങ്ങളിലും ജീവിതത്തിൽ എല്ലാം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും ദൈവത്തെ ഓർക്കാറില്ല. പക്ഷേ ദൈവത്തെ ഓർക്കുന്നതൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇരുള് നിറയുമ്പോൾ മാത്രമാണ്. അപ്പോഴാണ് നമ്മൾ ദൈവമേ എന്നൊരു ചിന്ത പോലും നമ്മുടെ മനസ്സിലേക്ക് വരിക. നമ്മുടെ ജീവിതത്തിലെ ഇരുളുകൾ ശരിക്കും ഒരു തടസ്സമല്ല, മറിച്ച് അതൊരു സാധ്യതയാണ്. ഏറ്റവും വലിയ പ്രകാശമായ ദൈവത്തെ തിരയാനും കണ്ടെത്താനുള്ള സാധ്യത. അവിടെ നമ്മുടെ ജീവിതത്തിലെ ഇരുളുകളിൽ നിരാശപ്പെടാതെ, നമ്മുടെ ജീവിതത്തെ ഇരുട്ടിലാക്കുന്ന അനുഭവങ്ങളിൽ നിരാശപ്പെടാതെ, ആ അനുഭവങ്ങൾ ദൈവത്തിലേക്ക് തിരിയാൻ, വലിയ പ്രകാശമായ ദൈവത്തെ കണ്ടെത്താനും നമുക്ക് സാധിക്കട്ടെ.